എൻ്റെ പേര് ജോയൽ ജെ ജോജി. ഞാൻ മർത്തോമയിലാണ്. ഞാൻ കൃപാസത്തെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മയുടെ കസിൻ അനിയെ പറ്റിയാണ്. പുള്ളിക്കാരൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ആദ്യമേ പറയാനുള്ളത്, എൻ്റെ അമ്മയുടെ ചേച്ചിക്ക് ട്രാൻസ്ഫറിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതായത് ഒരാൾ എൻ്റെ ചേച്ചിയുടെ സീറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. അപ്പം ചേച്ചിയുടെ അവിടെ സീറ്റ് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചേച്ചിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം മാതാവേ ഇടപെടണമേ, ഇടപെട്ടാൽ സാക്ഷ്യം പറയുമ്പോൾ ആദ്യത്തെ സാക്ഷ്യമാക്കി ഞാൻ പറയുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ ആയിരുന്നു ട്രാൻസ്ഫറിൻ്റെ ഓർഡർ ഇറങ്ങുന്നത്. എൻ്റെ ചേച്ചിയുടെ എൻ്റെ വല്യമ്മയുടെ പേര് അതില്ല. ദൈവത്തിന് ഒരു അനുഗ്രഹം, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അതുപോലെ രണ്ടാമത്തേത് എന്ന് പറയുന്നത് എൻ്റെ ഷൂട്ടിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് കേരള സ്റ്റേറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ല. അതായത് സ്പോർട്സ് ഷൂട്ടിംഗ് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ല. എനിക്ക് 7ാം സ്ഥാനം ഉണ്ടായിരുന്നു. എനിക്ക് വെച്ച് ബാക്കി എല്ലാവർക്കും കിട്ടി. ഏകദേശം 2 മാസം അടുപ്പിച്ചോളം എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം അതുപോലെ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഓൺലൈനായിട്ട് വെച്ചത്. എന്നിട്ട് എൻ്റെ വല്യപ്പച്ചനോട് ഞാൻ സംസാരിച്ചു, കാഷ്വലായിട്ട് സംസാരിച്ചു. അപ്പം പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ തന്നു, നീ അപ്പച്ചനോട് കാര്യം പറ, ഷൂട്ടിങ് കാര്യം പറ. അപ്പം ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മാവേ, അപ്പച്ചൻ ഈ കാര്യം അറിയത്തില്ല, പിന്നെ ഞാൻ എങ്ങനെ അപ്പച്ചനോട് പറയും? അപ്പം പരിശുദ്ധാത്മാവ് കാണിച്ചു, നീ പറ ജോയലെ, നീ പറ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പച്ച ഇങ്ങനെയൊക്കെ ചെറിയ പ്രശ്നമുണ്ടായി. അപ്പം അപ്പച്ചൻ പറഞ്ഞു, നീ അമ്മയെ വിളിച്ച് പ്രിൻസിപ്പളിനോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം പ്രിൻസിപ്പൽ പറഞ്ഞു, ഈ മാർച്ച് മാസം അവസാനത്തേക്ക് വരും, അപ്പോൾ പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, പരിശുദ്ധ കൃപാസനമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അപ്പം 29-ാം തീയതി രാവിലെ 10 മണിയായപ്പം ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ വന്നായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മാതാവ് കുറേ വട്ടം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, അതായത് സുഗന്ധം ഒരു 5 വട്ടം. അതായത് ഞാൻ ആദ്യമേ ഇവിടെ വന്നത് മെയ് 7-ാം തീയതി ആയിരുന്നു. അപ്പം അന്ന് ഞാൻ ബസ് ഇവിടെ ഇറങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജാസ്മിൻ്റെ ഒരു സ്മെല്ല് ആ ബസ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഗ്രോട്ടോയുടെ അവിടെയും ഉണ്ടായിരുന്നു ഒരു റോസാപ്പൂവിൻ്റെ സ്മെല്ല്. പിന്നെ മൂന്നാമത് ഞാൻ വൈകുന്നേരം എനിക്ക് ഒരു പേഴ്സണൽ പ്രയർ ഉണ്ടായിരുന്നു, ജപമാല ചൊല്ലുക. എന്നിട്ട് ജപമാല തുടക്കം തൊട്ട് അവസാനം വരെ ഒരു അടിപൊളി സ്മെല്ല്, ഒരു ജാസ്മിനും റോസും ഒരു മിക്സഡ് ആയിട്ട് ഒരു സ്മെല്ലാണ് വന്നത്. അപ്പം ഈ മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പം മാതാവിനെ ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കൂടെ ഇരുന്ന് ജപമാല ചൊല്ലണേ. അപ്പം മാതാവ് ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ ഹൃദയത്തിൽ തൊടണേ. അപ്പം മാതാവ് എൻ്റെ ഹൃദയത്തിൽ തൊട്ടു. എനിക്ക് ഫീലായി ശരിക്കും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അടുത്ത് കത്തോലിക്ക പള്ളി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛനെ കാണാൻ പോകാറുണ്ട്. അപ്പം ഞാൻ അന്ന് അച്ഛൻ കണ്ടില്ല. അപ്പം അച്ഛനെ കാണാൻ ഇറങ്ങി വരുമ്പോൾ പള്ളിയിൽ അവിടെ എന്തോ ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നി. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നല്ല കുന്തിരിക്കൻ്റെ മണം. ഞാൻ എല്ലായിടത്തും നോക്കി, ആരെങ്കിലും കുന്തിരിക്ക പോപിക്കുന്നതാണോ, വീട്ടിൽ നിന്ന് കുന്തിരിക്കാൻ വരുന്നതാണോ? അല്ല. പിന്നെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടനെ ചോദിച്ചു, ചേട്ടന് മണം വരുന്നുണ്ടോ, എന്തെങ്കിലും മണം വരുന്നുണ്ടോ? അപ്പം ചേട്ടൻ പറഞ്ഞു, ഒരു മണം വരുന്നില്ല. അപ്പം മനസ്സിലായി മാതാവാണ് ഇടപെട്ടതെന്ന്. പിന്നെ ഞാൻ ഇന്ന് വന്നപ്പോഴും ആ ഗ്രോട്ടോയുടെ അവിടെ റോസാപ്പൂവിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. +2 റിസൾട്ട് എനിക്കത് കിട്ടത്തില്ലെന്ന് 100% ഉറപ്പായി. +2 റിസൾട്ട്, അതായത്
തോക്കുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. കാരണം അത്രയ്ക്ക് ഒന്നും വൃത്തിയായിട്ട് ഞാൻ പഠിച്ചിട്ട് പോലും ഇല്ല. അപ്പം അപ്പോൾ ഞാൻ മാതാവെ മുറക്കി ഞാൻ പിടിച്ചു, മാതാവേ ഇടപെടണമേ. അപ്പം ഞാൻ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് വിശുദ്ധ തൈലം നെറ്റിപ്പുരത്തുകയും ഉപ്പ് എൻ്റെ എക്സാം ഹോളിൻ്റെ അവിടെ ഇടുകയും ചെയ്തു. പിന്നെ തലയിൽ തേച്ച ചെറിയ അംശം വിഷ തൈലം എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പറിലെ മണ്ടയ്ക്കും കുരിശടയാളം വരച്ചു. അതുപോലെ തന്നെ ആൻസർ ഷീറ്റിൻ്റെ അവിടെ കുരിശടയാളം ഞാൻ വരച്ചു. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇത്രയും വിചാരിച്ചില്ല എനിക്ക് ഇത്രയും കിട്ടുമെന്ന്. അതായത് മാത്സ് ആയിരുന്നു. മാത്സ് കുറേ പാടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചോളം. അതിനെനിക്ക് ഒരു നല്ല ശതമാനം മാർക്കും തന്നു. പിന്നെ എനിക്ക് 1200-ൽ 826 മാർക്കോടെ മാതാവ് എനിക്ക് തന്നു. അതുപോലെ തന്നെ +1 സർട്ടിഫിക്കറ്റ് ഒരു അത്യാവശ്യം എടുത്ത് നോക്കിയതാണ്. എല്ലാ ഫയലും ഞാൻ എടുത്ത് നോക്കി, ഓരോ പേപ്പറും എടുത്ത് ഞാൻ നോക്കി എൻ്റേതുള്ളത്. അപ്പോൾ ഞാൻ അതൊന്നും ഞാൻ കണ്ടതുമില്ല +1 സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഞാൻ മാതാവ് ബാധിച്ചു, മാതാവെ +1 സർട്ടിഫിക്കറ്റ് കണ്ടാൽ ഞാൻ കൃപാസന സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഉള്ളിലൊരു പ്രേരണ വന്നു, ജോയലെ നീ ആ ഫയൽ എടുത്ത് ഒന്നുകൂടെ നോക്ക്. ഞാൻ ആ ഫയൽ തന്നെ 2 വട്ടം ഞാൻ എടുത്ത് നോക്കിയതാണ്, ഇത് ഞാൻ കണ്ടില്ല. അപ്പം മാതാവ് പറഞ്ഞു, ജോയലെ നീ ആ ഫയൽ ഒന്നും കൂടെ എടുത്ത് നോക്ക്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ +1 സർട്ടിഫിക്കറ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് രാത്രിയായപ്പോൾ ഞങ്ങൾ രാത്രി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു സ്ഥലം വരെ പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അറിയാതെ ഉറങ്ങിപ്പോയി. ഞാനും ഉറങ്ങിപ്പോയി, അമ്മയാണ് വണ്ടി ഓടിച്ചത്. അപ്പം ഒരു മനസ്സിൽ ആരോ പറഞ്ഞു, ജോയലെ നീ എണീക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എണീച്ച് നോക്കിയപ്പോൾ അമ്മ ഉറങ്ങിപ്പോയി. ഞങ്ങൾ ഭയങ്കര സ്പീഡ് വരുന്നത്, സൈഡിലുള്ള ആ ക്രാഷിൽ ഇടിക്കാനായിട്ട് പോകായിരുന്നു. പെട്ടെന്ന് ഞാൻ ബ്രേക്ക് പിടിച്ചു. അത് പരിശുദ്ധ അമ്മ എന്നെ എണീപ്പിച്ചതാണ്, പരിശുദ്ധ കൃപാസന അമ്മ എന്നെ എണീപ്പിച്ചതാണ്. പിന്നെ എനിക്കൊരു കഴുത്തിലെ വേദന ഉണ്ടായിരുന്നു, ഒരു 2 ദിവസം അടുപ്പിച്ച് കഴുത്തിലെ വേദന ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു വിഷമവും ദേഷ്യവും എല്ലാം കൂടെ വന്നപ്പോൾ കഴുത്തൊന്നും അനക്കാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ ഞാൻ വിഷ തൈലം പുരട്ടി കഴുത്തിൻ്റെ പുറത്ത് ഞാൻ കുരിശടയാളം ഞാൻ വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട്. പിന്നെ പിറ്റേ ദിവസമായി ഇപ്പോൾ ആ കഴുത്ത് വേദന ഇല്ല, കഴുത്ത് നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ പേശപ്പത്തോണം എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി ഞങ്ങൾ വീട്ടിൽ അത്രയും അങ്ങനെ ആൾക്കാർ അത്രയും വരത്തില്ലാത്തതുകൊണ്ട് ഞാൻ കത്തോലിക്ക പള്ളിയിലെ അച്ഛനെ ഏൽപ്പിക്കും. അച്ഛാ ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാർ അത് ഞങ്ങൾ അച്ഛാ ഈ പൈസ അവർക്ക് കൊടുക്കണേ അച്ഛാ എന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും കൊടുക്കാമെന്ന് ഞാൻ പറയും, അച്ഛൻ പറയും കൊടുക്കാമെന്ന്. അതുപോലെ തന്നെ ഫുഡും മേടിച്ച് കൊടുക്കാറുണ്ട് ഞാൻ. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ മാതാവ് എന്നോട് പറയും, മാതാവ് എന്നോട് പറയും, ജോയലെ ഈ അബോർഷൻ പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളുണ്ട്, നീ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയും. അങ്ങനെ ബാധിച്ചു. അങ്ങനെ അബോർഷൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബാധിച്ചു. അതായത് നമ്മുടെ നന്മ സൃഷ്ടിയും പിന്നെ സ്വർഗ്ഗപിതാവേയും അതുപോലെ വിശ്വാസ പ്രമാണവും അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചായിരുന്നു. അതുപോലെ ക്യാൻസർ ആവുന്ന കുഞ്ഞുങ്ങൾക്ക്, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക്, ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങൾക്ക്, സ്പൈനൽ കോഡ് വളഞ്ഞു പോയ കുഞ്ഞുങ്ങൾക്ക്, കയ്യും കാലും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാതാവ് പറയും. ഞാൻ ഓക്കെ മാതാവേ മനസ്സിൽ പറയും, ഓക്കെ മാതാവേ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറയും. കൃപാസന പത്രം ഞാൻ മാതാവ് പറഞ്ഞു, മാതാവേ അർഹതപ്പെട്ടുള്ള കയ്യിൽ മാത്രമേ ഇത് എത്തിക്കാവുള്ളേ, അർഹപ്പെടാത്ത ആളുടെ കയ്യിൽ എത്തിക്കല്ലേ, അർഹപ്പെട്ട ആൾക്കാർ മാത്രമേ ഇത് എത്തിക്കാവുള്ളൂ എന്ന് ഞാൻ പറയും. അപ്പം മാതാവ് എന്നെ 2 ആൾക്കാരെ മുഖം കാണിക്കും, പിന്നെ വീട് കാണിക്കും മനസ്സിനകത്ത്. അപ്പോൾ അവരെ കൊണ്ട് എത്തിക്കും. അവരുടെ വിഷമമൊക്കെ ഞാൻ കേൾക്കും. സാധാരണ ഞാൻ കേൾക്കാത്തത്, പക്ഷേ ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടിപ്പോൾ എല്ലാവരുടെ വിഷമം ഒക്കെ ഞാൻ കേൾക്കും. അവർക്ക് സംസാരിക്കാൻ ആളില്ലാത്തതുകൊണ്ട്
ഒരു വിഷമമുണ്ട്. അപ്പം നമുക്ക് അവരെ നമ്മൾ പറയുമ്പോൾ അവർക്കുള്ള മനസ്സിലൊരു റിലീഫും അവർക്ക് ഒരു ഉന്മേഷവും ഒരു ആശ്വാസമായിരിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആത്മീയ ജീവിതം ഞാൻ കുർബാന സ്വീകരിക്കാറുണ്ട്, കുമ്പസാരം സ്വീകരിക്കാറുണ്ട്. കുമ്പസാരത്തിൽ ഞങ്ങൾ മർത്തോമയായതുകൊണ്ട് പരിസര കുമ്പസാരമാണ്, അത് അറിയാമല്ലോ. അപ്പോൾ മാതാവ് എനിക്ക് കാണിച്ചു തന്നു, നീ കുറച്ചും കൂടെ ആ കുമ്പസാരം ഒരു അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ പാലിച്ച ശേഷം ഞങ്ങളുടെ മഡ്ബായയുടെ അവിടെ ആ മഡ്ബായ ആ ഭാഗം വെട്ടി തിളങ്ങുക, നല്ല രീതിക്ക് വെട്ടി തിളങ്ങുക, ഓരോ കുമ്പസാരത്തിനും വെട്ടി തിളങ്ങുക. അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം കേൾക്കാറുണ്ട്, പിന്നെ പാവപ്പെട്ടെ സഹായിക്കാനും അങ്ങനെയൊക്കെ. ഡെയിലി ബ്രെഡ് ഞാൻ കയറാറുണ്ട്. പക്ഷേ ചില സമയത്ത് എനിക്ക് ആ അഞ്ചലിക്ക് സമയത്ത് എനിക്ക് എണീക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഞാൻ കർത്താവിനോട് ക്ഷമ ചോദിക്കും, കർത്താവ് എന്നോട് ക്ഷമിക്കണമേ, ഇനി ഞാൻ ആവർത്തിക്കത്തില്ല, ഇനി ഞാൻ നല്ലതായിട്ട് ഇരുന്നോളാം ഒക്കെ ഞാൻ പറയും. അപ്പം നല്ലതായിട്ട് ഞാൻ ഉടമ്പടിയിൽ പാലിച്ചോളാം, ഒരു ഡെയിലി ബ്രെഡ് നോക്കി കണ്ടോളാം എന്ന് ഞാൻ പറയും. ഉടമ്പടി വന്ന മാറ്റം എന്ന് പറയുന്നത്, എന്നോട് കർത്താവ് സംസാരിച്ചു, മാതാവ് സംസാരിച്ചു, പരിശുദ്ധ ആത്മാവ് സംസാരിച്ചു. ഏറ്റവും കൂടുതൽ സംസാരിച്ചത് പരിശുദ്ധ ആത്മാവ് എന്നോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. പിന്നെ മാതാവ് എന്നോട് പറയും, പരിശുദ്ധ ആത്മാവ് എന്നോട് പറയും, കുറച്ച് ആൾക്കാർ ഇങ്ങനെ, എൻ്റെ കുടുംബത്തിലെ കുറച്ച് ആൾക്കാരിങ്ങനെ ഈ കുർബാനയ്ക്ക് പോവാതെ കുറച്ച് ആൾക്കാരിങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. നീ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി നീ ഒന്ന് ജപമാല ചൊല്ലണം, നീ അവരെ ഒരു ആത്മീയ ജീവിതത്തിലോട്ട് തിരിച്ച് കൊണ്ടുവരണം ഒക്കെ പറയും. ഞാൻ പറഞ്ഞു, ഓക്കെ മാതാവേ, എന്നെ വഴി നടത്തണമേ, ശക്തിപ്പെടുത്തണമേ ഒക്കെ ഞാൻ മനസ്സിൽ പറയാറുണ്ട്. എല്ലാ തന്നെ അനുഗ്രഹിക്കും നന്ദി നേരുന്നു. അമ്മയെ പ്രത്യക്ഷ സാക്ഷിയായി തീർന്നതിന് അമ്മയ്ക്കും യേശുവിനും കൊടാകുന്ന അനീറുകൾ. കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. സങ്കീർത്തനം 138 1-ാം വചനമാണ്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലും വിജയങ്ങളിലും സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ദൈവത്തെക്കുറിച്ചുള്ള നന്ദിയും വിശ്വാസവും ഹൃദയത്തിൽ നിലനിൽക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സമാധാനവും സന്തോഷവുമാണ് വളരുന്നത്. ഉടമ്പടിയിൽ നാം ദൈവത്തോട് നന്ദി പറയുകയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ജീവിതത്തിൽ നിറവേറി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എല്ലാത്തിനും നന്ദി പറയുന്ന ഒരു ജീവിതമാണ് ഉടമ്പടി ജീവിതം. ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിൽക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ അവിടുത്തെ പാടി പുകഴ്ത്താനുള്ള ഒരവസരമാണ് സാക്ഷ്യങ്ങൾ. അങ്ങനെയുള്ള ഒരു നല്ല സാക്ഷ്യമാണ് ജോയൽ എന്ന മകൻ നമ്മളോട് പങ്കുവച്ചത്. ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് മെയ് 7-ാം തീയതിയാണ്. കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയോട് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. അന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീടാണ് കേരള സ്പോർട്സ് അക്കാഡമി ചാമ്പ്യൻഷിപ്പിൽ 7-ാം സ്ഥാനം കരസ്ഥമാക്കിയ ഈ മകന് ഷൂട്ടിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. മറ്റു കൂട്ടുകാർക്കൊക്കെ കിട്ടി, പക്ഷെങ്കിൽ ഈ മകന് കിട്ടിയില്ല. അങ്ങനെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി നിയോഗം സമർപ്പിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ മകന് കിട്ടാത്ത സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് കിട്ടുകയായിരുന്നു. പിന്നീട് ഈ മകൻ്റെ +2 റിസൾട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന്. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഇടപെടലിലൂടെ, അനുഗ്രഹത്തിലൂടെ ഈ മകന് നല്ലൊരു റിസൾട്ട് കിട്ടി പാസ്സാകാൻ സാധിച്ചു. പിന്നീട് പഠിത്തത്തിൽ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സർട്ടിഫിക്കറ്റ് മിസ്സായി. അവിടെയും ഈശോയുടെയും അമ്മയോടും കേണപേക്ഷിക്കുകയാണ്, അമ്മയെ എനിക്ക് തിരിച്ചു തരണമേ എന്ന്. ഒരു മകൻ അമ്മയോട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ് ഓരോ പ്രാവശ്യവും ഓരോ കാര്യവും ഈ മകൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. അമ്മയും അതുപോലെ തന്നെയാണ് ഈ മകൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്. സർട്ടിഫിക്കറ്റ് കാണാതെ പോയപ്പോൾ അമ്മ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്, ജോയൽ നീ ആ ഫയൽ ഒന്നുകൂടി എടുത്ത് നോക്കുമെന്ന്. 2 പ്രാവശ്യം അതിന് മുൻപ് നോക്കി, പക്ഷേ കിട്ടിയില്ല. പക്ഷേ മാതാവിൻ്റെ ഒരു ഉൾപ്രേരണ, മാതാവ് തന്നെ സംസാരിച്ച് പറഞ്ഞപ്പോൾ തന്നെ ജോയൽ വീണ്ടും ആ ഫയലെടുത്ത് നോക്കി, അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെയാണ് അമ്മ കാർ ഓടിച്ച് പോയപ്പോൾ
ജോയലിനോട് പരിശുദ്ധ അമ്മയാണ് പറയുന്നത്, ജോയൽ എഴുന്നേക്ക്, അമ്മ ഉറങ്ങുന്നുവെന്ന്. അങ്ങനെ തന്നെ പെട്ടെന്ന് ജോയൽ എഴുന്നേറ്റ് നോക്കിയപ്പോൾ വണ്ടി കാർ ഓടിച്ചുകൊണ്ടിരുന്ന അമ്മ ഉറങ്ങി. വണ്ടി ഏതോ ഇത് ഇടിക്കുവാനായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലെത്തി. പെട്ടെന്ന് ജോയൽ തന്നെയാണ് ഹാൻഡ് ബ്രേക്ക് ഇട്ട് കൊടുത്തത്. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു സാന്നിധ്യമാണ്. പൂർണ്ണ ഹൃദയത്തോടു കൂടി വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. ഈ മകൻ്റെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ്. അമ്മ തന്നെയാണ് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്, ജോയൽ നീ എഴുന്നേക്ക് എന്ന്. പെട്ടെന്ന് ജോയൽ എഴുന്നേറ്റ് ഹാൻഡ് ബ്രേക്ക് ഇട്ടപ്പോൾ അമ്മ ഞെട്ടി എഴുന്നേറ്റത്. അതല്ലെങ്കിൽ അമ്മയുടെ ആ വണ്ടി ഇടിച്ച് അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സംരക്ഷണമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വീണ്ടും പറഞ്ഞത് 5 പ്രാവശ്യമാണ് അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചത് സുഗന്ധാഭിഷേകത്തിലൂടെ. പല പ്രാവശ്യവും മുല്ലപ്പൂവിൻ്റെയും റോസപ്പൂവിൻ്റെയൊക്കെ ആ ഫ്രേഗ്രൻസിലൂടെ കൂടിയാണ് അമ്മ ആ സാന്നിധ്യം ഈ മകന് പറഞ്ഞു കൊടുത്തത്. ഈശോയുടെ അമ്മയുടെയും സാന്നിധ്യം ഈ മകന് കൂടെ എപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു മകൻ അമ്മയോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് ജോയൽ പരിശുദ്ധ അമ്മയോട് അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കി അമ്മയോട് സംസാരിക്കുന്നത്. ഓരോ കാര്യവും അമ്മയും അതുപോലെ തന്നെയാണ്. ജോയൽ എന്ന് പേര് ചൊല്ലിയാണ് അമ്മ പറയുന്നത് ഓരോ കാര്യങ്ങളും. അതുപോലെ തന്നെയാണ് ജോയലിൻ്റെ ഓരോ പ്രാർത്ഥനാ ജീവിതവും കാരുണ്യപ്രവർത്തനമെല്ലാം. മാർത്തോമ ഡിനോമിനേഷനുള്ള ഈ മകന് ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് കുമ്പസാരിക്കാൻ പോകുമ്പോൾ കുമ്പസാരമില്ല, പക്ഷേ കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഉൾപ്രേരണയോടെ കുമ്പസാരം എന്ന ആ പ്രാർത്ഥന ചൊല്ലി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ബെത്ബഹായിൽ വെട്ടിത്തിളങ്ങുന്ന പോലെ തോന്നിയതും അതും പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോഴാണ് ആ മകൻ ആ ഫീലിംഗ് വന്നത്. അവിടെയും ഒരു ന്യൂനെസ്സാണ് ഉടമ്പടി ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു പുതിയ വഴിയാണ്, ഒരു പുതിയ ഉണർവ്, ഉടമ്പടി ആത്മീയതയിൽ ഒരു പുതിയ ഉണർവാണ് ഈ മകന് ലഭിച്ചത്. അതുപോലെ തന്നെയാണ് ഈശോയുടെ അമ്മയോട് ചേർന്നപ്പോഴാണ് കാരുണ്യ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ലഭിച്ചത്. വീട്ടിലുള്ള കസിൻ സിസ്റ്ററിന് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഓരോ സബ്ജക്റ്റ് ഓരോ ടോപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ മകന്. ഈ മകന് ഉടമ്പടിയിലെ കൊച്ചുമക്കളാണ്. ഈ മക്കൾ ഉടമ്പടിയിൽ പിച്ച വെച്ച് അമ്മയുടെ കൈ പരം പിടിച്ച് ഈശോയോട് ചേർന്ന് ജീവിക്കുമ്പോൾ ആ അമ്മയുടെ കരങ്ങളിൽ കൂടിയാണ് ഈശോയിലേക്ക് അടുക്കുന്നത്. ഈശോയുടെ സ്നേഹം മനസ്സിലാക്കാനും അമ്മയെ പോലെ തന്നെയാണ് അമ്മയായിട്ട് തന്നെയാണ് കൃപാസനം അമ്മ ഈ മകൻ്റെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാനും തൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാനുമുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ആരോഗ്യ പ്രശ്നമാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം, പരീക്ഷകളാവാം, ഇൻ്റർവ്യൂ ആവാം, എന്തു തന്നെ ആയാലും വിശ്വാസത്തോടെ നമ്മുടെ ഈശോയുടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. കൃപാസനം അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയം നിൻ്റെ വാസസ്ഥലമാക്കണമേ എന്നും ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ സ്നേഹവും സമാധാനവും നമുക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജോയലിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.